ആരോഗ്യമന്ത്രി വീണ ജോർജിനെ സ്വീകരിക്കാൻ ആശുപത്രിയിൽ വെടിക്കെട്ടും ചെണ്ടമേളവും. വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡ് ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു മന്ത്രി. അത്യാഹിത വിഭാഗത്തിന് പുറകിലായിരുന്നു വെടിക്കെട്ട്. കണ്ടുവരാം. ദീപക് മോഹൻ ഉണ്ട് നമുക്കൊപ്പം. ദീപക് മോഹൻ, ചെണ്ടമേളം മനസ്സിലാക്കാം, പക്ഷേ ഈ വെടിക്കെട്ട് അത്യാഹിത വിഭാഗത്തിന് പിറകിൽ നടത്തിയപ്പോൾ രോഗികൾക്ക് വല്ല ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടായോ? വൈത്തിരി താലൂക്ക് ആശുപത്രിയുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡ് ഉദ്ഘാടനം ചെയ്യുക, അതുപോലെ തന്നെ കൂടി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇവിടെ എത്തിയത്. ആ സമയത്താണ് ഭാഗമാണ് ഈ ഭാഗത്താണ് ഈ അത്യാഹിത വിഭാഗത്തോട് ചേർന്നുള്ള ശുചിമുറിയും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള. ഓക്കെ ദീപക്, അത് എനിക്ക് തോന്നുന്നു അതിനോട് ചേർന്നിട്ടുള്ളൊരു പ്രദേശത്താണ് പടക്കം പൊട്ടിച്ചതാണെന്നാണ് തോന്നുന്നത് അല്ലേ? വെടിക്കെട്ടെന്ന് നമ്മൾ പറഞ്ഞാലോ, അത് യഥാർത്ഥത്തിൽ പടക്കം പൊട്ടിച്ചതായിരുന്നോ? മാലപ്പടക്കം പൊട്ടിച്ചതാണെന്ന് തോന്നുന്നു അല്ലേ? വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡ് ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു മന്ത്രി. മന്ത്രി എത്തുന്ന സമയത്ത് അവിടെ അത്യാഹിത വിഭാഗത്തിൻ്റെ പുറകിൽ ഈ മാലപ്പടക്കം പൊട്ടിയിട്ടുണ്ട്. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒന്ന്, ഇതിലേക്ക് എന്ത് പെർമിഷൻ ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അത്യാഹിത വിഭാഗത്തിൻ്റെ അടുത്ത് ഇത്തരം ചെറിയ ശബ്ദങ്ങൾ പോലും പാടില്ല. നമ്മൾ പ്രത്യേകിച്ച് എഴുതി വെച്ചേക്കും, സൗണ്ട് നോ ഹോൺ എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ? എന്താണ് യഥാർത്ഥത്തിൽ മാലപ്പടക്കമാണ് പൊട്ടിച്ചതല്ലേ? അരുൺകുമാർ, ഇത്തരത്തിലുള്ള, അതായത് ഈ കാണുന്ന ഇത്തരത്തിലുള്ള പടക്കങ്ങളാണ് പൊട്ടിച്ചത്. ഈ അത്യാഹിത വിഭാഗത്തിന് തൊട്ടു പിന്നിലുള്ള കെട്ടിടത്തിന് കുറുകെ കയറി അവിടെയായിരുന്നു പടക്കം പൊട്ടിച്ചത്. ഒപ്പം ചെണ്ടമേളവും ഉണ്ടായിരുന്നു. ആശുപത്രി വളത്തിനകത്താണ് പടക്കം പൊട്ടിച്ചതെന്നാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. നേരത്തെ, അതായത് ഈ അത്യാഹിത വിഭാഗത്തോട് ചേർന്നുള്ള സ്ഥലത്തേക്ക് നമുക്ക് കാണാം, തൊട്ടെതിർഭാഗത്ത് ഒരു പിഞ്ചു കുഞ്ഞുമായി ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ നേരത്തെയും അവിടെ ആളുകൾ നിന്നിരുന്നു. മന്ത്രി ഈ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കയറിയ സമയത്താണ് ഇവിടെ പടക്കം പൊട്ടിച്ചതൊപ്പം ചെണ്ടമേളവും ഉണ്ടായിരുന്നു. നിരവധി രോഗികൾ ഇപ്പോഴും കാത്തു നിൽക്കുന്നൊരവസ്ഥ. അതിനിടയിലാണ് ഈ പടക്കം പൊട്ടിച്ചതുണ്ടായത്. ഏതായാലും വലിയ ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് അരുൺ. അവിടെയൊക്കെ ഈ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ, സൗണ്ട് നോ ഹോൺ, ഇവിടെ ശബ്ദമുണ്ടാക്കരുത് എന്നൊക്കെ. ഇതൊരു ആ അർത്ഥത്തിൽ വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലാത്ത മേഖലയല്ലേ? തീർച്ചയായും അരുൺകുമാർ, നമുക്കറിയാം ഈ ആശുപത്രി വളപ്പിലും സമീപത്തൊക്കെ വാഹനങ്ങളുടെ ഹോൺ അടിക്കുന്നത് വരെ പാടില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അത്തരത്തിൽ ആശുപത്രിയിൽ രോഗികളൊക്കെയുള്ള ഈ അത്യാഹിത വിഭാഗത്തിന് തൊട്ടു പിന്നിലൊക്കെ പടക്കം പൊട്ടിക്കുക, മന്ത്രി എത്തുന്ന സമയത്ത് വെടിക്കെട്ടിന് സമാനമായ രീതിയിൽ പടക്കം പൊട്ടിക്കുന്നതും ചെണ്ടമേളമൊക്കെ ഉള്ളത് നടത്തിയത് എന്ത് അർത്ഥത്തിലാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഏതായാലും ഗുരുതരമായ വീഴ്ച തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ മന്ത്രിയുടെ പ്രതികരണം ലഭ്യമാവും. വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ അല്പം മുൻപാണ് മന്ത്രി എത്തി ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡിന് ഉദ്ഘാടനം നടത്തിയത്. ആ സമയത്തായിരുന്നു വെടിക്കെട്ടും ഒപ്പം ചെണ്ടമേളവും നടത്തിയത് അരുൺ.